സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ ശബരിമലയിലെ മറ്റ് ക്രമക്കേടുകളിലും അന്വേഷണം ഊർജിതമാക്കി ഇഡി. ജാമ്യം നേടി പുറത്തിറങ്ങിയ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉടൻ നോട്ടീസ് നൽകും. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അതേസമയം കേസിൽ പ്രതി ചേർക്കപ്പെട്ട കണ്ഠരര് രാജുവിനെ തന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ നിയമ തടസ്സമില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറും വ്യക്തമാക്കിയിട്ടുണ്ട്. TV പ്രസാദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് പ്രസാദ്. സർവത്ര ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ഇഡിയും. അപ്പോൾ ഇനി പ്രധാനമായിട്ടും അറിയാം, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളവരെയൊക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യപ്രതി അടക്കം പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇനി കടക്കുന്നത്, അല്ലേ? ഗുഡ് മോർണിംഗ് അശ്വതി. ശ്രുതി പറഞ്ഞതുപോലെ വിശദമായ അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കടക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കാത്തതിനെ തുടർന്ന് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ അപ്പാടെ നേരെ ഇഡിയുടെ വലയിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ആദ്യം തന്നെ മുരാരി ബാബുവിനെയാണ് പിടിച്ചത്. നമുക്കറിയാം, ആദ്യം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ട് പുറത്തിറങ്ങിയത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു ആയിരുന്നു. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്ത് വിളിപ്പിച്ചിട്ടുണ്ട് ഇഡി. ഇനിയും വിളിപ്പിക്കുമെന്നാണ് അറിയുന്നത്. മാത്രവുമല്ല, ആസ്തിവകകൾ കണ്ടുകെട്ടാനുള്ള നീക്കങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് ഏറ്റവും പ്രധാനിയായി പുറത്തിറങ്ങിയ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിന് മുന്നിൽ ഇന്നലെ ഒപ്പിടാനെത്തിയിരുന്നു. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വലയിലേക്ക് വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം കൊടുക്കാത്തതിന്റെ പേരിൽ ജയിൽ മോചിതരായെങ്കിലും അവർ വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഏജൻസിയിൽ നിന്ന് മറ്റു ഏജൻസിയിലേക്ക് മാറുന്നു. കള്ളപ്പണക്കേസ് അന്വേഷിക്കുന്ന ഇഡിയുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ എൻ വാസുവിന്റെ 90 ദിവസത്തെ കാലാവധി ഉടൻ അവസാനിക്കും. ഈ മാസം അവസാനത്തിന് മുമ്പ് തന്നെ പത്മകുമാറിന്റെ കാലാവധിയും അവസാനിക്കും. അതിനു മുമ്പ് കുറ്റപത്രം കൊടുക്കാനുള്ള സാധ്യത കാണുന്നില്ല. അങ്ങനെയെങ്കിൽ എൻ വാസുവും പത്മകുമാറും ഉൾപ്പെടെ ജയിൽ മോചിതരാകുന്ന സ്ഥിതിയുണ്ടാകും. സ്വാഭാവിക ജാമ്യം കിട്ടാൻ വഴിതെളിയും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തന്ത്രി കണ്ഠരര് രാജീവരെ നീക്കം ചെയ്യാൻ നിയമപരമായി തടസ്സങ്ങളില്ല എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് A. ജയകുമാർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിന്റെ നടപടികൾ എന്താണെന്ന് പരിശോധിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, നേരത്തെ ആ തന്ത്രി കണ്ഠരര് മോഹനരെ ആ തന്ത്രി സ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ശബരിമലയിൽ നിന്നും നീക്കിയിരുന്നു. അത് നേരത്തെ ഉണ്ടായ ശോഭാ ജോണിന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ്. അതേ സാഹചര്യം ആ തന്ത്രി ഇപ്പോൾ നിലവിൽ ജയിലിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധമുണ്ട് എന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ജയിലിൽ തുടരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു നടപടികളിലേക്ക് കടക്കാൻ നിയമ തടസ്സമില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നടപടികളും ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. അശ്വതി, ശ്രുതി. ഓക്കെ, എന്തായാലും സ്വർണ്ണക്കൊള്ളയിൽ മാത്രമല്ല ശബരിമലയിലെ മൊത്തം ക്രമക്കേടിലടക്കം ഒരു വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് ഇഡി കടക്കുകയാണ്. ഈ പ്രതികളെ ഇനി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലേക്കാണ് കടക്കുന്നത്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.